ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. 10ാം ക്ലാസ്സിലെ 4th യൂണിറ്റിൻ്റെ 2nd ചാപ്റ്ററാണ് പൈതൽ ചൽത്താ ഹുവാ ആദ്മി. സ്വപ്നിൽ ശ്രീവാസ്തവ എഴുതിയ കവിതയാണ് പാഠഭാഗം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പഠിച്ചു. ഇന്ന് നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് നോക്കാം. അത് ആദ്യത്തെ ആക്ടിവിറ്റിയിലെ ആദ്യത്തെ ഒന്ന് ആസ്വാദൻ ടിപ്പണിയാണ് എഴുതിയിരിക്കുന്നത്. കവിതയുടെ ആസ്വാദൻ ടിപ്പണി തയ്യാറാക്കുക. വായിക്കാം. നോക്കിയിരിക്കുക. പോയിൻ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ശ്രീ സ്വപ്നിൽ ശ്രീവാസ്തവ് കി കവിത ഹേ പൈതൽ ചൽത്താ ഹുവാ ആദ്മി. ശ്രീ സ്വപ്നിൽ ശ്രീവാസ്തവിൻ്റെ കവിതയാണ് പൈതൽ ചൽത്താ ഹുവാ ആദ്മി എന്നുള്ളത്, കാൽനട യാത്രക്കാർ. इसमें कवि ने कहते हैं कि सड़क पर चल रहे कारों के बीच पैदल चलता हुआ आदमी दिख रहा है. ഇതിൽ കവി കഹത്തെ പറയപ്പെടുന്നു, സടക്കിലൂടെ റോഡിലൂടെ സഞ്ചരിക്കുന്ന കാറുകളുടെ ബീച്ചിലിടയിൽ പൈതലായി സഞ്ചരിക്കുന്ന, അതായത് കാൽനടയായി പോകുന്ന മനുഷ്യരെ കാണാം, ആത്മീകളെ മനുഷ്യരെ കാണാം. അടുത്ത പോയിന്റ് നോക്കിയേ. കവി കഹത്തഹാക്കി കവി പറയുന്നു, കാറോ മേ ബൈട്ടെ അമീർ ലോകെ ആം ലോകം കോ തുച്ഛ് മാൻതി ഹൈം. കാറുകളിൽ ഇരിക്കുന്ന ധനികരായിട്ടുള്ള ആൾക്കാരെ, ആം ലോകം എന്ന് വെച്ചാൽ സാധാരണപ്പെട്ട ജനങ്ങളെ തുച്ഛരായി കാണപ്പെടുകയും ചെയ്യുന്നു. അടുത്തത് കവി ബദത്തെ ഹൈക്കി കവി പറയുന്നു, അമീർ ലോകെ നഹീൻ ജാൻതെ. പണക്കാരായ ആൾക്കാർ അറിയുന്നില്ല. ഉൻകി കുശിയാം ആം ലോകം കി മേഹനത്ത് സേ മിൽത്തേ ഹേ. അവരുടെ സന്തോഷങ്ങൾ സാധാരണപ്പെട്ട ജനങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് അവർ അറിയുന്നില്ല. അടുത്ത നോക്കിയേ. കവി കഹത്തെ ഹൈക്കി കവി പറയുന്നു, മേഹനത്ത് കർനെ വാല ലോഗ് അപ്പനെ അനാജ് ഉഗാന ബന്ദ് കർനെ സേ അമീർ ലോകെ ഫൂക്കെ മർ ജായെങ്കെ. കവി പറയുകയാണ്, മേഹനത്ത് കർണേവാല പരിശ്രമിക്കുന്ന ജനങ്ങൾ അവരുടെ അനാജ് ധാന്യം ഉൽപ്പാദനം നിർത്തിവെച്ചാൽ അമീറായിട്ടുള്ള ജനങ്ങൾ വിശന്ന് മരിച്ചു പോവുകയും ചെയ്യും. അടുത്ത പോയിന്റ്. ലോകെ മക്കാൻ നഹീം ബനായേതോ. ഈ ജനങ്ങൾ മക്കാൻ എന്ന് വെച്ചാൽ കെട്ടിടം നിർമ്മാണം നിർത്തിവെച്ചാൽ ചെയ്യുന്നില്ല എങ്കിൽ ധനികരായിട്ടുള്ള ലോകോങ്കെ ധനികരായിട്ടുള്ള ലോകോങ്ക ആശ്രയം നഷ്ട ഹോ ജായിക. പണക്കാരുടെ ആശ്രയം നഷ്ടപ്പെടുകയും ചെയ്യും. കവി സമച്ചാത്തെ ഹേ. കവി മനസ്സിലാക്കി തരുന്നു, ആം ആദ്മി കംസോർ ലഗത്തെ ഹേ. ആം ആദ്മി എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ കംസർ വീക്ക്നെസ് ഉള്ള ആൾക്കാരാണ്. ലേക്കിൻ എന്നാൽ വേ താക്കത്വർ ഹേ, പക്ഷേ അവർ ശക്തിശാലികളും ആണ്. ഇസ്സേ സമാജിക്ക് അന്യായ അവർ ശോഷൺ കോ സമാപ്ത് കർ ദേങ്കെ. അവർക്ക് സമൂഹത്തിലെ അന്യായങ്ങളെയും ചൂഷണത്തെയും അവസാനിപ്പിക്കാനും കഴിയും. യഹ് ഏക് സുന്ദർ കവിത ഹേ, ഇസ്കി ഭാഷ സരൾ ഹേ. ഇതൊരു സുന്ദരമായ കവിതയാണ്, ഇതിൻ്റെ ഭാഷ ലളിതവും ആകുന്നു. ഇത്ര എഴുതി ഇതിൻ്റെ പ്രിസിഷൻ കൊടുക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കവിതയ്ക്ക് ആധാർ പർ ലിഖേ. കവിതയെ തന്നിരിക്കുന്ന കവിതയെ അടിസ്ഥാനമാക്കി എഴുതുക. ക്വസ്റ്റ്യൻ നോക്കിയേ. പൈതൽ ചൽത്താ ഹുവാ ആദ്മി കോൻ കോൻ ഹേ. പൈതലായി പോകുന്ന, കാൽനടയായി പോകുന്ന മനുഷ്യർ ആരെല്ലാമാണ്? ഒന്നാമത്തെ നോക്കിയേ. അനാജ് പൈദാ കർണേവാല. ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൾ, അതായത് കിസാൻ. കപ്പടെ സീനേവാല. ഡ്രസ്സ് തുന്നുന്ന ആൾക്കാരെ. ദുക്കാൻ ചലാനേവാല. കട നടത്തുന്നവരെ. ലക്കടി കാ കാം കർണേവാല. ലക്കടി എന്ന് വെച്ചാൽ തടിപ്പണി ചെയ്യുന്ന ആൾക്കാരെ. കരേലു കാം കർണേവാല. കരേലു കാം എന്ന് വെച്ചാൽ ചെറുകിട വ്യവസായം, കുടിൽ വ്യവസായങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ. മക്കാൻ ബനാനേവാല. കെട്ടിട നിർമ്മാണക്കാരെ. സഫായി കർണേവാല. ശുചീകരണ നിർമ്മാണത്തിലുള്ള ആൾക്കാരെ, ശുചീകരണ പ്രവർത്തനങ്ങളിലെ അതിലുള്ള ആൾക്കാരെ. പിന്നെ കൂലി. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് പൈതലായി പോകുന്നവർ. അടുത്ത സൈഡ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുക. പൈതൽ ചലനേവാല നിരിഹി ക്യോം ലഗ് രഹാ ഹേ. കാൽനട യാത്രക്കാരായി പോകുന്ന ആൾക്കാരെ നിരിഹി പാവങ്ങളായി എന്തുകൊണ്ടാണ് തോന്നുന്നത്? നോക്കി. പൈതൽ ചലനേവാല കാ ജീവൻ സംഘർഷ സേ ഭരാ ഹേ. കാൽനട യാത്രക്കാരുടെ ജീവിതം സംഘർഷം കൊണ്ട് നിറഞ്ഞതാണ്. ഉൻകെ ജീവൻ മേ ദൂസരോം കി തരകെ സുഖ സുവിധായേം നഹീ മിൽത്തി. അവരുടെ ജീവിതത്തിൽ മറ്റുള്ള ആൾക്കാരെ തരഹണച്ച പോലെ സുഖ സൗകര്യങ്ങൾ കിട്ടുകയും ചെയ്യുന്നില്ല. സുവിധായെ സൗകര്യങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹിക്കാർത്ത് സേ ദേക്കുന്ന. വെറുപ്പോടെ കാണുക, അല്ലെ നോക്കുക. അതെ, ഈ തന്നിരിക്കുന്ന ഈ ഒരു വാക്യം കിസെ മനോഭാവ കി ഊർ സംഗീത് കർത്താ ഹേ. ഏത് മനോഭാവത്തെയാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്? ഹിക്കാർത്ത് സേ ദേക്കുന്ന എന്ന ഈ ഒരു മനോഭാവം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ നോക്കിയേ. ധനി ലോകോം കെ മൻമേ ആം ലോക തുച്ഛ് മാൻതഹയും. ധനികരായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ പാവപ്പെട്ട ജനങ്ങൾ തുച്ഛരായി കാണപ്പെടുകയും ചെയ്യുന്നു. അതാണ് അതിൻ്റെ സൂചന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വഹ് ജിസ് ദിൻ ഹോശ് മേ ആ ജായെങ്കെ.
അവർ ഒരു ദിവസം ബോധത്തോടെ അല്ലെ ഉണർവോടെ വരും. ഉൻകി സാമ്രാജ്യ ടഹ് ജായകെ, അന്ന് ധനികരായ ആൾക്കാരുടെ സാമ്രാജ്യം ടഹ്ന നശിച്ചു പോവുകയും ചെയ്യും. ഇസ് പറെ അപ്പന വിചാർ സ്പഷ്ട കീജിയെ, ഇതിൽ താങ്കളുടേത് നമ്മുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ സ്പഷ്ടമാക്കുക. നമുക്ക് ഉള്ള എന്ത് വിചാരമാണോ അത് സ്പഷ്ടമാക്കി കൊടുക്കുക എന്നാണ് ചോദ്യം. ആൻസർ നോക്കി. ആം ലോകെ കംസോർ ലഗത്തെ ഹായും ലേക്കിൻ വേ താക്കത് വർഹെ, സാധാരണപ്പെട്ട ജനങ്ങൾ കംസോറുകളാണ്, ലേക്കിൻ എങ്കിലും അവർ ശക്തിശാലികളും ആണ്. ഉൻകി അപ്പനി ക്ഷമതാഹെ, അവർക്ക് അവരുടേതായ ക്ഷമതാ കഴിവുകളും ഉണ്ട്. വഹ മൻ ലഗാക്കർ കുച്ച് കരെ തോ ധനി ലോകോങ്കോ കെ സാമ്രാജ്യ കാ നാസ് ഹോഗ. വഹ മൻ ലഗാക്കർ, മനസ്സിരുത്തിയവർ എന്തെങ്കിലും ചെയ്താൽ ധനികരായ ജനങ്ങളുടെ സാമ്രാജ്യം നശിക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ആശയം. ഓക്കെ, ഇത്രയും സൈഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ടെക്സ്റ്റിലെ കേട്ടോ. അടുത്ത് നോക്കിയാൽ അതിൻ്റെ ആക്ടിവിറ്റിയാണ് അടുത്തത്. വായിക്കാം. സമാന ആശയവാരി പങ്ക്തിയാം ചുൻകർ ലിഖെ, സമാനമായി താഴെ തന്നിരിക്കുന്ന ആശയം വരുന്ന പങ്ക്തികൾ ലൈനുകൾ തിരഞ്ഞെടുത്ത് എഴുതുക. അതാണ് സമാന ആശയം വരുന്ന പങ്ക്തി വരികൾ ലൈൻ, അത് തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ. സജേത ആം ജന മേം സമാജ് കോ ബദൽനെ കി ശക്തി ഹേ. സജേത എന്ന് വെച്ചാൽ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള പാവപ്പെട്ട ജനങ്ങൾ അല്ലേ, ആ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് സമാജ് കോ സമൂഹത്തെ ബദലിന മാറ്റിമറിക്കാനുള്ള ശക്തി ഉണ്ട്. അത് ടെക്സ്റ്റിലെ വരികൾ ഏതൊക്കെയാണ്? പോയത്തിലെ വഹ് ജിസ് ദിൻ ഹോശ് മേ ആ ജായെങ്കെ ഉൻകെ സാമ്രാജ്യ ടഹ് ജായെങ്കെ, അവർ ബോധത്തോടെ അല്ലെ ഉണർവോടെ ഒരു ദിവസം വരും അല്ലേ, അന്ന് ധനികരായ ആൾക്കാരുടെ സാമ്രാജ്യം ടഹ്ന നശിച്ചു പോവുകയും ചെയ്യും. ആ രണ്ട് വരികളാണ് അതിൻ്റെ അർത്ഥം. അടുത്ത് നോക്കിയേ. കാർ മേ ബൈഠ്നെ വാലെ പൈദൽ ചലനെ വാലോം को ऐसे देखते हैं कि वे इसे സമാജ് കെ സദസ്യ നഹി ഹെ. കാറിൽ ഇരിക്കുന്ന ആളുകൾക്ക് പൈതലായി പോകുന്ന ജനങ്ങളെ ഇങ്ങനെ തോന്നുന്നു, അവർ ഏത് ഈസ് സമാജ് കെ എന്ന് വെച്ചാൽ ഈ സമൂഹത്തിലെ സദസ്യ അംഗങ്ങളല്ല എന്ന് തോന്നും. അത് സൂചിപ്പിക്കുന്ന വരികളാണ് പോയത്തിലെ. നോക്കിയേ. ജൈസെ വക് കിസി ദൂസരി ദുനിയാ സെ ആയാ ഹുവ ആത്മീ ഹോ, ഏതോ മറ്റ് ലോകത്തിൽ നിന്ന് വന്ന ആത്മീയ മനുഷ്യരാണെന്ന് തോന്നിപ്പോവും. ആ രണ്ട് വരികൾ എഴുതി കൊടുക്കുക. അടുത്ത നോക്കിയേ. ധനി ലോകെ നഹിം സോച്ചത്തേക്ക് ഉൻകെ ചെഹരയ്ക്ക് ശോഭ മസ്തൂരം കെ പരിശ്രം കി ദേൻഹെ. ധനികരായ ആൾക്കാർ സോച്ചന ചിന്തിക്കുക, നഹി സോച്ചന ചിന്തിക്കുന്നില്ല. അവരുടെ ചെഹരാന്ന് വെച്ചാൽ മുഖം, ഫേസാണ് മുഖം അല്ലേ, അതിലെ ശോഭ ഭംഗി ഈ സാധാരണപ്പെട്ട മസ്തൂർ തൊഴിലാളി വർഗത്തിൻ്റെ പരിശ്രമമാണെന്ന് അല്ലെ അതിൻ്റെ ധൻ സംഭാവനയാണെന്ന് അവർക്കറിയില്ല. ധനികരായിട്ടുള്ള ആൾക്കാരെ ചിന്തിക്കുന്നില്ല, അവരുടെ മുഖത്തെ പ്രകാശം പാവപ്പെട്ട ജനങ്ങളുടെ പരിശ്രമ ഫലമാണെന്ന് അവർക്കറിയില്ല. അത് സൂചിപ്പിക്കുന്ന പോയത്തിലെ വരികളാണ്. ബേ നഹി ജാൻതേക്ക് ഉസ്കെ ദം പറെ ഉൻകെ ചേഹരെ പർ റൗനക്ക് ഹേ. അവർക്കറിയില്ല അവരുടെ ശക്തിയാണ്, അതായത് പാവപ്പെട്ട ആൾക്കാരുടെ ശക്തിയാണ് ഉൻകെ പണക്കാരുടെ ചേഹരയിലെ റൗനക്ക് എന്ന് വെച്ചാൽ തിളക്കം എന്നവർക്ക് അറിയില്ല. ഇത്രയുമാണ് ഇന്ന് തന്നിരിക്കുന്ന ബാക്കി ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യണേ, മറ്റുള്ളവർക്കൂടെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ശരി.